ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഞാൻ ഇന്ന് വന്നേക്കുന്നത് സോഫ്റ്റായ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് വെക്കുക. ഏകദേശം ഒരു 8 മണിക്കൂറോളം നമ്മൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ഈ വെള്ളം കൂടി ഒന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് അരി മൊത്തം ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടെ നമ്മൾ എടുത്ത ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസോളം തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നെ അപ്പത്തിന് നല്ല മയം കിട്ടാൻ വേണ്ടി കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തരിയില്ലാതെ നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനിങ്ങനെ അടച്ച് ഏകദേശം ഒരു 6 മണിക്കൂറോളം വെച്ച് കൊടുക്കുക. കാരണം ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് വരും. ഏകദേശം ഒരു 6 മണിക്കൂർ മതി. ഇപ്പോൾ ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് പൊന്തിട്ടുണ്ടെന്ന് നോക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് അപ്പച്ചട്ടി എടുത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു തവിയും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഞാൻ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അടച്ചു വെക്കരുത്. കുറച്ച് നേരം നമ്മൾ തുറന്ന് വെക്കണം. കാരണം അതിൽ നന്നായിട്ടൊന്ന് ഓട്ടയൊക്കെ ഒന്ന് വരണം. ഇത് ഓട്ടയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇപ്പോൾ ചിലർക്ക് അപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞത് ഒരു ബ്രൗൺ കളർ ആകുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് കുറച്ചും കൂടെ ഫ്ലെയിം കൂട്ടി വെക്കണം. കൂട്ടി വെച്ചാൽ മാത്രമേ അങ്ങനെ കരിഞ്ഞ് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ അതേപോലെയും ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതേപോലെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. ഇതാ അപ്പം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ രീതിക്ക് ചെയ്താൽ നല്ല സോഫ്റ്റ് പോലത്തെ നമുക്ക് വെള്ളയപ്പം വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുടെ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.